ഒരു കാലത്ത് തെക്കൻ കേരളത്തിന്റെ സുവർണ സിംഹാസനം അടക്കി വാണിരുന്നവൻ. ചാന്നാനിക്കാട് ആനത്തറവാട്ടിലെ നാട്ടാനച്ചന്തമായിരുന്ന ഗജരാജൻ. നിരവധി പേരുകേട്ട കൊമ്പന്മാർ അരങ്ങുവാണതും വാഴുന്നതുമായ കോട്ടയം നഗരത്തിലെ ഗജശ്രേഷ്ഠന്മാരിൽ ഒരുവനായിരുന്നു. അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചാന്നാനിക്കാട്. നിരവധി കൊമ്പന്മാർ അരങ്ങുവാണിരുന്ന ചാന്നാനിക്കാട് ആനത്തറവാട്ടിലെ അറിയപ്പെടുന്ന ഒരു കൊമ്പനായിരുന്നു അയ്യപ്പൻകുട്ടി. അതുമാത്രമല്ല, ഇവിടുത്തെ തലമൂത്ത കാരണവർ കൂടിയായിരുന്നു. ചെരിയുന്നതുവരെ വിജയസുന്ദറും സൂര്യനാരായണനും രാജനും വനജയും സുനന്ദയുമെല്ലാം ഉൾപ്പെട്ടിരുന്ന ചാന്നാനിക്കാട് ആനത്തറവാട്ടിലെ നാട്ടാനച്ചന്തം ഗജരാജൻ ചാന്നാനിക്കാട് അയ്യപ്പൻകുട്ടിക്ക് ഓർമ്മകളുടെ മുന്നിൽ പ്രണാമം. കോട്ടയത്തിന്റെ ഐശ്വര്യമായി മാറിയിരുന്ന ഗജകേസരി, തിരുവിതാംകൂറിന്റെ ആനക്കാഴ്ചകളിൽ പ്രൗഢിയായി നിലകൊണ്ടിരുന്ന ആനക്കാരണവരിൽ പ്രധാനിയായിരുന്നു. ഒരു കാലത്ത് തെക്കൻ കേരളത്തിന്റെ ഉത്സവങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു. തെക്കൻ കേരളത്തിലെ പ്രധാനികളായ പാമ്പാടി രാജനും പുതുപ്പള്ളി കേശവനും ഈരാറ്റുപേട്ട അയ്യപ്പനുമൊക്കെ നയിക്കുന്ന ഗജസമ്പത്ത് ഇന്ന് പൂരപ്പറമ്പുകളുടെ നിറസാന്നിധ്യമായി മാറിയിരിക്കുമ്പോൾ, ഇതിനേക്കാൾ എത്രയോ വർഷം മുൻപേ പൂരങ്ങളിൽ പങ്കെടുക്കുകയും ദേവീദേവന്മാരുടെയൊക്കെ തിടമ്പേറ്റി അവരുടെയൊക്കെ പ്രീതിപാത്രമായ ഒരു പഴയ ഗജനായകൻ, അതായിരുന്നു ചാന്നാനിക്കാട് അയ്യപ്പൻകുട്ടി. തെക്കൻ കേരളത്തിൽ അയ്യപ്പൻകുട്ടി തിടമ്പേറ്റത് ക്ഷേത്രങ്ങൾ നന്നേ കുറവാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇവനെ കണ്ടാൽ മംഗലംകുന്ന് ഗണപതിയുടെ ഒരു അപരനാണെന്ന് തോന്നിപ്പോകുമായിരുന്നു. ആനശാസ്ത്രത്തിലെ ഒട്ടുമിക്ക ലക്ഷണ തികവുകളും ഉണ്ടായിരുന്ന ഇവൻ തൃശൂർ പൂരത്തിന് നിരവധി വർഷങ്ങൾ തന്റെ സാന്നിധ്യം അറിയിച്ചവനുമാണ്. ആനക്കേരളത്തിലെ ആനപ്രേമികൾക്ക് ഈ നാടൻ ചന്തത്തിനെ അറിയുക തന്നെ ചെയ്യും. അത്രയ്ക്കായിരുന്നു ഇവന്റെ നാമം. കോട്ടയത്തെ കൊമ്പന്മാരെ എടുത്തു നോക്കിയാൽ കൂടുതലും നമ്മുടെ നാടൻ ആനകളായിരിക്കും എന്നുള്ളതാണ്. തലയെടുപ്പുള്ള കൊമ്പൻ ആനയഴകിന്റെ ഏത് അളവുകോല് വെച്ച് അളന്നാലും മുൻപന്തിയിൽ തലയെടുപ്പോടെ നിൽക്കുന്നവനായിരുന്നു ഇവൻ. അതേ അഴകിന്റെ മറ്റൊരവതാരം, കറുപ്പിന്റെ ഏഴഴകുള്ള കൊമ്പനായിരുന്നു അയ്യപ്പൻ. നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിച്ചു നിന്നാൽ അഴകും ഗാംഭീര്യവും ഒന്നു വേറെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് പൂരങ്ങൾക്ക് തലമുതിർന്ന ഗജവീരന്മാരോടൊപ്പം ഈ കോട്ടയംകാരന് ലഭിച്ചിരുന്ന പരിഗണന എല്ലാത്തിലുമുണ്ട്. ഉറപ്പും അടുക്കും ചിട്ടയും ഒതുക്കവുമുള്ള ചാന്നാനിക്കാട് ആനക്കോട്ടയിലെ മികച്ച കൊമ്പൻ എന്ന നിലയിൽ പ്രസിദ്ധനായിരുന്നു. കേരളത്തിന്റെ കോന്നി ആനക്കാടുകളിൽ ജനിച്ചു വളർന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന നാടൻ ആനകളിലെ പ്രമുഖനായിരുന്നവൻ. കോന്നി ആനക്കൂട്ടിൽ നിന്നും അവസാനം ലേലം ചെയ്യപ്പെട്ട ആനകളിൽ ഒരുവൻ. ഇവന്റെ ആദ്യ പേര് ചവറ അയ്യപ്പൻ. പിന്നീട് തന്റെ അഴകും പ്രൗഢിയും കണ്ട് കേരളത്തിലെ പ്രശസ്തമായ ആനത്തറവാടായ ചാന്നാനിക്കാട് തറവാട്ടുകാർ സ്വന്തമാക്കി. അങ്ങനെ ചവറ അയ്യപ്പനിൽ നിന്നും ചാന്നാനിക്കാട് അയ്യപ്പനായി മാറുകയായിരുന്നു. ആരു കണ്ടാലും കുറ്റം പറയാതെ നല്ല ഒരു ആനപ്പിറപ്പ്, ഭംഗിയുള്ള ഒത്ത കൊമ്പുകൾ, നല്ല നടയമരങ്ങൾ, കടഞ്ഞെടുത്തതുപോലുള്ള തുമ്പിക്കൈ എന്നിവ ആരെയും ആകർഷിക്കും. അവസാന സമയങ്ങളിൽ ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഇളമുറക്കാരിൽ പ്രമുഖനായിരുന്ന തൊടുപുഴ സ്വദേശി ഹരി ആയിരുന്നു. അയ്യപ്പന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. നിരവധി ചട്ടക്കാർ എത്രയോ വർഷങ്ങളായി ഇവരെ കൊണ്ടു നടന്നിരുന്നു. അതിൽ ഓമനച്ചേട്ടനും വിഷ്ണുവും ഗോപിയാശാനുമെല്ലാം ഉണ്ടായിരുന്നു. ചാന്നാനിക്കാട് മുളന്താനത്ത് ശശികുമാറാണ് അയ്യപ്പൻകുട്ടിയുടെ മുതലാളി. അയ്യപ്പൻകുട്ടി ചെരിഞ്ഞപ്പോഴും അയ്യപ്പൻകുട്ടിയെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മുതലാളിയുടെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കരിച്ചത്. 1995 പുറത്തിറങ്ങിയ പ്രായിക്കര പാപ്പാൻ എന്ന മലയാള സിനിമയിലൂടെ ആനപ്രേമികളുടെ പ്രിയങ്കരനായി മാറിയിരുന്നു ഇവൻ. തൃശൂർ പൂരം, ഇത്തിത്താനം ഗജമേളകൾ, ആറാട്ടുപുഴ പൂരം, തിരുനക്കര പകൽപ്പൂരം, ആനയടിപ്പൂരം, പഴഞ്ഞി പെരുന്നാൾ, മള്ളിയൂർ വൈക്കം, വാഴപ്പള്ളി പെരുന്ന തുടങ്ങിയ പ്രധാന ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കോട്ടയം പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആറാട്ടിനാണ് അവസാനമായി എഴുന്നള്ളിച്ചത്. ആനകൾക്കായാലും മനുഷ്യർക്കായാലും അല്ല, ഏതു മറ്റു ജീവജാലങ്ങൾക്കായാലും പ്രായം ഒരു മുഖ്യ ഘടകം തന്നെയാണ്. തെക്കൻ കേരളത്തിന്റെ ആഢ്യൻ തമ്പുരാനായിരുന്നവൻ. നാടിന്റെ സ്വന്തവും വീറും വാശിയും സൗന്ദര്യവുമെല്ലാം ആവാഹിച്ചെടുത്തു ഒരു നാടൻ ആര. അതായിരുന്നു ഗജരാജമാണിക്യം ചാന്നാനിക്കാട് അയ്യപ്പൻകുട്ടി. 2021 ജൂലൈ 26 തീയതിയായിരുന്നു ആ ഗജവിസ്മയം അസ്തമിച്ചത്.